60 ലക്ഷത്തിലധികം അംഗങ്ങളുമായി ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയായി ABVP. റായ്പൂരിൽ നടന്ന ദേശീയ നിർവാഹക സമിതി യോഗത്തിലാണ് അംഗസംഖ്യ സംബന്ധിച്ച പുതിയ കണക്കുകൾ പുറത്തുവന്നത്. സംഘടന വളർച്ചയെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകൾക്കും യോഗം വേദിയായി. വൈവിധ്യമാർന്ന സംരംഭങ്ങളിലൂടെ ABVPയുടെ കാഴ്ചപ്പാട് ഓരോ വിദ്യാർത്ഥിയിലേക്കും എത്തിച്ചേരുമെന്നും യോഗം വിലയിരുത്തി. ABVP എന്നത് സംഘടന എന്നതിലപ്പുറം ഒരു ആശയമാണ്. സംസ്കാര സമ്പന്നരും ചിന്താശേഷിയുള്ളവരും കർത്തവ്യബോധമുള്ളവരുമായ വിദ്യാർത്ഥികളെ രാഷ്ട്ര പുനർനിർമ്മാണത്തിനായി സജ്ജമാക്കുന്നതിനുള്ള ശക്തമായ മാധ്യമമാണെന്നും ABVP ദേശീയ പ്രസിഡന്റ് ഡോക്ടർ രാജ് ശരൺ ഷാഹി വ്യക്തമാക്കി. ദേശീയ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ വിദ്യാർത്ഥി അവബോധത്തിന്റെ ഉണർവിന്റെ തെളിവാണ് ഈ വളർച്ച. ABVP വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന കഴിവുകളുടെ വികാസം ലക്ഷ്യം വെക്കുന്ന വിശാലമായ ഒരു സാമൂഹിക സാംസ്കാരിക പ്രസ്ഥാനം കൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ABVPയുടെ വർദ്ധിച്ചുവരുന്ന അംഗത്വം വെറുമൊരു കണക്ക് മാത്രമല്ല, അത് സംഘടനയിലുള്ള യുവാക്കളുടെ വിശ്വാസത്തിന്റെയും പ്രതിബദ്ധതയുടെയും സജീവ പങ്കാളിത്തത്തിന്റെയും പ്രതിഫലനമാണെന്നും ABVP ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ വീരേന്ദ്ര സോളങ്കി പറഞ്ഞു. എല്ലാ വിദ്യാർത്ഥികളിലേക്കും എത്തിച്ചേരുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യം. മെഡിവിഷൻ, ഫാർമ വിഷൻ, അഗ്രി വിഷൻ തുടങ്ങി ഓരോ മേഖലയിലും വ്യത്യസ്തമായ പ്ലാറ്റ്ഫോമുകളും പ്രവർത്തനങ്ങളുമുണ്ട്. ഈ സംഘടനാ ശക്തി രാജ്യത്തിന്റെ ഭാവിയെ നയിക്കാൻ സജ്ജമായിരിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടാതെ ABVP ദേശീയ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ 3 ദിവസത്തെ യോഗത്തിൽ രാജ്യമെമ്പാടുമുള്ള ഉദ്യോഗസ്ഥരും തൊഴിലാളികളും യോഗത്തിൽ പങ്കെടുത്തു. റായ്പൂരിലെ ഇന്ദിരാഗാന്ധി കാർഷിക സർവകലാശാലയുടെ കൃഷിമണ്ഡപം ഓഡിറ്റോറിയത്തിലാണ് ഈ യോഗം സംഘടിപ്പിച്ചത്. മെയ് 31-നാണ് യോഗം അവസാനിപ്പിച്ചത്. സമ്മേളനത്തിലായി വിപുലമായ ഒരുക്കങ്ങളാണ് വേദിയിൽ നടത്തിയത്. അതേസമയം RSS ABVPയിൽ നിന്നാണ് എന്നിലെ സംവേദനക്ഷമത ഉടലെടുത്തത് എന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി നാഗ്പൂരിൽ പറഞ്ഞു. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി എഴുതിയ സംഘത്തിൽ മാനവിക പ്രവാഹൻ എന്ന പുസ്തകം നാഗ്പൂരിൽ നടന്ന പരിപാടിയിൽ പ്രകാശനം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക പരിഷ്കരണത്തിനുള്ള ഒരു മാർഗമാണെന്ന് RSSലും ABVPയിലും നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. നാഗ്പൂരിൽ വെള്ളിയാഴ്ച നടന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലെ മാനവ വിഭവശേഷി മാനേജ്മെന്റിനെ കുറിച്ചുള്ള പുസ്തകമാണ് പ്രകാശനം ചെയ്തത്. 1925 മുതൽ RSS വഴി സാമൂഹിക മാറ്റത്തിനായുള്ള പ്രചാരണം നടന്നുവരികയാണെന്നും ഗഡ്കരി പറഞ്ഞു. ഈ കൃതിയിൽ മനുഷ്യ മാനേജ്മെന്റിന്റെ പ്രക്രിയയും അതുമായി ബന്ധപ്പെട്ട വശങ്ങളും ഈ പുസ്തകത്തിൽ എടുത്തു കാണിച്ചിട്ടുണ്ട്. RSSുമായും അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തുമായുള്ള ബന്ധത്തിൽ നിന്നാണ് തന്റെ ബോധ്യവും സംവേദനക്ഷമതയും ഉടലെടുത്തതെന്നും ഗഡ്കരി വ്യക്തമാക്കി. രാഷ്ട്രീയം സാമൂഹിക സാമ്പത്തിക പരിഷ്കരണത്തിലുള്ള ഒരു മാർഗമാണെന്ന് ഞാൻ RSSലും ABVPയിലും പഠിച്ചിട്ടുണ്ട്. RSS കമ്മ്യൂണിക്കേഷൻ ഇൻ ചാർജ് സുനിൽ അംബേദ്കർ പുസ്തകം പ്രകാശനം ചെയ്തു. എന്റെ RSS പശ്ചാത്തലം ഉണ്ടായിരുന്നിട്ടും കേരളത്തിലെ CPI മുഖ്യമന്ത്രിയും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും എന്നെ ഒരുപോലെ സ്നേഹിക്കുന്നുവെന്നും BJP നേതാവ് പറഞ്ഞു. തന്റെ പ്രതിച്ഛായ തന്റെ ഉയരത്തേക്കാൾ 10 ഇരട്ടി വലുതാണെന്നും മന്ത്രി വ്യക്തമാക്കി. RSSന്റെ യാഥാർത്ഥ്യവും ധാരണയും തമ്മിൽ വ്യത്യാസമുള്ളതിനാൽ പലർക്കും അതിനെക്കുറിച്ചൊരു നെഗറ്റീവ് ഇമേജ് ഉണ്ടെന്നും ഗഡ്കരി കൂട്ടിച്ചേർത്തു. RSS ധാരണയ്ക്കും അടിസ്ഥാന യാഥാർത്ഥ്യത്തിനുമിടയിൽ പോരാടുന്നതിനായി എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം RSS ശാഖകളുടെ എണ്ണം ഏകദേശം 10,000 വർദ്ധിച്ച് 83,000 ഉയർന്നുവെന്ന് RSS കമ്മ്യൂണിക്കേഷൻ ഇൻചാർജ് സുനിൽ അംബേദ്കർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.